ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അതിനകത്ത് പാർട്ട് എയിലെ സെക്ഷൻ B ആണ് ഇന്ന് നമുക്ക് നോക്കാനായിട്ട് വരുന്നത്. സെക്ഷൻ B എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്നാണ് ടൈറ്റിൽ വരുന്നത് അല്ലേ. അൺസീൻ പാസേജ്, നമ്മൾ ഇതുവരെ പഠിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ ഇല്ലാത്ത ഓരോ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 10 to 11. ഇവിടെ എന്താണ്? ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാസേജ് മുഴുവനായിട്ട് വായിച്ചിട്ട് 10, 11 എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ പാരഗ്രാഫ് എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. Have you ever failed at something so miserably that the thought of attempting to do it again was the last thing in your mind? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്താണ് ഒരുപാട് വർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ ഫെയിലായിട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ഇനി അതിലേക്ക് ഒന്നും കൂടെ ഇറങ്ങുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല. അത്രയും മിസറബിളായിട്ട് നമ്മൾ ഫെയിലായി പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ നോട്ട് എ റോബോട്ട്. അപ്പോൾ നമ്മളും അങ്ങനെ ഒരുപാട് പരാജയപ്പെട്ടു പോയി വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ നോട്ട് എ റോബോട്ട്. നമ്മളെന്താണ്, നമുക്ക് ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലേ. നമുക്കൊരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ ദേഷ്യമായിരിക്കും വരിക. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ റോബോട്ടല്ല, ഒരു ഫീലിങ്സും ഇല്ലാതിരിക്കാൻ നമ്മൾ റോബോട്ടല്ല, നമ്മൾ സാധാരണ മനുഷ്യരാണ്. അൺലൈക്ക് റോബോട്ട്സ് വി ഹ്യൂമൻ ബീങ്സ് ഹാവ് ഫീലിങ്സ്, ഇമോഷൻസ് ആൻഡ് ഡ്രീംസ്. റോബോട്ടിനെ പോലെയല്ല, മനുഷ്യർക്ക് എന്തുണ്ട്? ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, അതുപോലെ ഡ്രീംസ്, സ്വപ്നങ്ങൾ വരുന്നുണ്ട്. വി ആർ ആൾ മെൻ ടു ഗ്രോ ഡിസ്പൈറ്റ് അവർ സർക്കംസ്റ്റൻസസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഓരോ മനുഷ്യനും അവൻ്റേതായിട്ടുള്ള എന്താണ് സാഹചര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ പരിമിതികൾ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നുകൊണ്ട് വളരാൻ ഓരോരുത്തരും ഓരോ വ്യക്തിക്കും എന്തുണ്ട്? ആ ഒരു നമുക്കങ്ങനെ വളരണം. ഫ്ലറിഷിംഗ് ആൻഡ് ട്രെയിൻ ടു മേക്ക് അവർ ഡ്രീംസ് കം ട്രൂ ഫീൽസ് ഗ്രേറ്റ് വെൻ ലൈഫ് ഗോസ് അവർ വേ. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈഫിൽ ഫ്ലറിഷ് ആവുക, നമ്മൾ സക്സസ്ഫുൾ ആവുക എന്നൊക്കെ പറയുന്നത് രസകരമായിട്ട് തോന്നുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത അതേ വഴിയിലൂടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോഴാണ്. ബട്ട് വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് ഡസ് നോട്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ലൈഫ് പോവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻസ് വെൻ യു ഫെയിൽ ഡെസ്പൈറ്റ് ആൾ യുവർ ഹാർഡ് വർക്ക്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഡു യു സ്റ്റേ ഡൗൺ ആൻഡ് അക്സെപ്റ്റ് ഡിഫീറ്റ് ഓർ ഡു യു ഗെറ്റ് അപ്പ് അഗെയിൻ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ്? ഡു യു സ്റ്റേ ഡൗൺ, ഓക്കെ തോറ്റു, ഇനിയില്ല, ഇനി എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി നിർത്തി അങ്ങനെ ഇരിക്കുകയോ, ഓർ ആൻഡ് അക്സെപ്റ്റ് ഡിഫീറ്റ്, എന്നിട്ട് ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളത് സമ്മതിച്ച് ലൈഫിൽ എന്നും പരാജിതനായിട്ട് ഇരിക്കുകയോ, ഓർ ഡു യു ഗെറ്റ് അപ്പ് അഗെയിൻ, എത്ര തോറ്റാലും വീണ്ടും അവിടെ നിന്ന് എണീറ്റ് പരിശ്രമം തുടങ്ങുമോ? നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാം? If you have the tendency to persevere and keep going, then you have what experts call grit. അപ്പോൾ നമുക്ക് അങ്ങനെ എത്ര ഫെയിലിയേഴ്സ് ലൈഫിൽ വന്നാലും നമുക്ക് അതിൽ നിന്നും വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ അതിനെയാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർസീവിയറൻസ് എന്ന് പറയുന്നത്. എത്ര തവണ നമ്മൾ പരാജയപ്പെട്ടു പോയാലും വീണ്ടും അതിൽ നിന്ന് അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ്. Falling down or failing is one of the most agonizing, embarrassing and scary human experiences. അടുത്ത പാരഗ്രാഫിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഫാളിങ് ഡൗൺ, നമ്മളുടെ ഒരു ജേണിയിൽ നമ്മൾ വീണ് പോവുക അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആവുക എന്ന് പറയുന്നത് മോസ്റ്റ് അഗണൈസിങ്, വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന, അതുപോലെ എംബാരസിങ്, നമ്മളെ ഒരുപാട് നാണക്കേട് ഉണ്ടാക്കുന്ന, അതുപോലെ സ്കെയറി, നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തുന്ന എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പരാജയപ്പെടുക എന്ന് പറയുന്നത്. ബട്ട് ഈസ് ആൾസോ വൺ ഓഫ് ദി most educational, empowering and essential part of living a successful and fulfilling life. പക്ഷെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഇത്തരം പരാജയങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കും.
ലൈഫ് ഒന്നും കൂടെ ഫ്രൂട്ട്ഫുൾ ആവുന്നത് അങ്ങനെയാണ്. ഡിഡ് യു നോ ദാറ്റ് പെർസീവിയറൻസ് ഓർ ഗ്രിറ്റ് ഈസ് വൺ ഓഫ് ദി 7 ക്വാളിറ്റീസ് ദാറ്റ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ കീ ടു പേഴ്സണൽ സക്സസ് ആൻഡ് ബെറ്റർമെൻറ്റ് ഇൻ സൊസൈറ്റി. അപ്പോൾ നമ്മൾ എങ്ങനെ ലൈഫിൽ സക്സസ്ഫുൾ ആവാം, അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 7 ക്വാളിറ്റീസ് ഉണ്ട്, 7 ഗുണങ്ങളാണ് വേണ്ടത്. അതിൽ ഏറ്റവും ആദ്യം വരുന്ന അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ പെർസീവിയറൻസ്, അതായത് സ്ഥിര ഉത്സാഹം, അല്ലെങ്കിൽ നമുക്ക് എത്ര വന്നാലും നമ്മൾ മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. അതർ 6R, പിന്നെ മറ്റ് 6 ക്വാളിറ്റീസും കൂടെ ഉണ്ട് അല്ലേ. പെർസീവിയറൻസ് കൂടാതെ വരുന്ന 6 ക്യൂരിയോസിറ്റി. എന്താണ് ക്യൂരിയോസിറ്റി? ജിജ്ഞാസ, എന്തെങ്കിലുമൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളൊരാളുടെ നന്ദി അല്ലേ, അങ്ങനെയുള്ളൊരു നന്ദി മനോഭാവം. ഒപ്റ്റിമിസം എന്ന് പറയുമ്പോൾ ശുഭാപ്തി വിശ്വാസം എന്നാണ്, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്. സെൽഫ് കൺട്രോൾ വേണം. അതുപോലെ സോഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആവേശം കേട്ടോ, ഒരു എനർജി എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസ് ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താവാൻ പറ്റും? പേഴ്സണൽ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. തോമസ് എഡിസൺ ഈസ് an example of grit for trying more than 1000 times to invent the light bulb. അതിന് എക്സാമ്പിളായിട്ട് എടുത്തു പറയുന്നത്, ഇങ്ങനെ ലൈഫിൽ എത്ര പരാജയപ്പെട്ടിട്ടും മടി കൂടാതെ വീണ്ടും ശ്രമിച്ചതിന് എക്സാമ്പിളായിട്ട് പറയുന്ന ആളാണ് എഡിസൺ. എഡിസൺ എന്താ പ്രത്യേകത? 1000ഓളം തവണ അദ്ദേഹം ലൈറ്റ് ബൾബ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ഒരു അറ്റംപ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. When asked why he kept going despite hundreds of failures, he merely stated that they had not been failures, they were hundreds of attempts towards creating light bulb. അപ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കുകയാണല്ലേ, എന്തുകൊണ്ട് ഇത്രയും തവണ പരാജയപ്പെട്ടിട്ടും ഈ ഒരു ശ്രമം ഉപേക്ഷിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? അതെല്ലാം എന്തായിരുന്നു? ഹി മിയർലി സ്റ്റേറ്റഡ് ദാറ്റ് ദേ ഹാഡ് നോട്ട് ബീൻ ഫെയിലിയേഴ്സ്, ഇതൊന്നും പരാജയങ്ങളായിരുന്നില്ല, മറിച്ച് വെർ ഹൺഡ്രഡ്സ് ഓഫ് അറ്റംപ്റ്റ്സ് ടുവേർഡ്സ് ക്രിയേറ്റിംഗ് ലൈറ്റ് ബൾബ് ഉണ്ടാക്കുന്ന വെറും അറ്റംപ്റ്റ്സ്, പരിശ്രമങ്ങൾ മാത്രമായിരുന്നു, പരാജയമായിട്ട് അതിനെ കണക്കാക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ മുഴുവനായിട്ടും കാണുന്നത് പെർസീവിയറൻസ് എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി, അതുപോലെ ഫെയിലിയർ വന്നാൽ എങ്ങനെ ഓവർകം ചെയ്യണം, അതിനൊക്കെ കുറിച്ചാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ പാരഗ്രാഫിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എനി 3. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും 3 നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. ഈ ടെക്സ്റ്റിലെ അതേ മീനിങ് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു പാസേജിലെ അതേ മീനിങ് വരുന്ന രീതിയിൽ സെൻറ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഡാഷ് വാസ് ക്രിയേറ്റഡ് ആഫ്റ്റർ മെനി അറ്റംപ്റ്റ്സ്. അപ്പോൾ എന്തെയോ കുറിച്ചാണ് പറയുന്നത്, എന്തോ ക്രിയേറ്റ് ചെയ്തത് ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, എന്തായിരുന്നു? ലൈറ്റ് ബൾബിനെ കുറിച്ചാണ് പറയുന്നത്. ലൈറ്റ് ബൾബ് എന്ന് പറയുന്ന ഒരു സാധനം ഇൻവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ബ്ലാങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ലൈറ്റ് ബൾബ് വാസ് ക്രിയേറ്റഡ് ആഫ്റ്റർ മെനി അറ്റംപ്റ്റ്സ് എന്നുള്ളതാണ്. Then there is total dash qualities as the key to personal success. പേഴ്സണൽ സക്സസ്സിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് എത്ര ക്വാളിറ്റീസ്, എത്ര ഗുണങ്ങൾ വരുന്നുണ്ട്, അതും ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തണം. 1 of the 7 ക്വാളിറ്റീസ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഈ പെർസീവിയറൻസ് അല്ലെങ്കിൽ ഗ്രിറ്റിനെ കുറിച്ച് പറയുമ്പോൾ 1 of the 7 ക്വാളിറ്റീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? ടോട്ടൽ 7 ക്വാളിറ്റീസ് ആണ് വരുന്നത്. സോ ഈ ഒരു ബ്ലാങ്കിൽ നമ്മൾ 7 ആണ് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടി വരിക. Then തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു, ദ റീസൺ വൈ യു ആർ നോട്ട് എ റോബോട്ട് ഈസ് ബിക്കോസ്. നമ്മൾ മനുഷ്യരൊരു റോബോട്ട് അല്ല എന്ന് പറയുന്നതിനുള്ള റീസൺ എന്താണ്? വി ഹാവ് ഫീലിങ്സ്, ഇമോഷൻസ് ആൻഡ് ഡ്രീംസ്. ഈ ഒരു വേർഡ്സ് അവിടെ കൊടുത്താൽ മതി. വി ഹാവ് ഇമോഷൻസ് അല്ലെങ്കിൽ വി ഹാവ് ഫീലിങ്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാങ്ക് കംപ്ലീറ്റ് ആയി. തോമസ് എഡിസൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഇനി നമ്മുടെ എഡിസൺ എന്തിൻ്റെ എക്സാമ്പിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പെർസീവിയറൻസ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഗ്രിറ്റ്, ഏതെങ്കിലും ഒരു വേർഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്, 3 അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. ദെൻ 11th ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ് അല്ലേ. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ് എനി 3. ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പിക്ക് ചെയ്യാവുന്നതാണ്. ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ബെസ്റ്റ് ക്യാപ്ചേഴ്സ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പാസേജ് ഫ്രം ദ ഗിവൺ കോഡ്സ്.
ഇവിടെ കുറേ കൊട്ടേഷൻസ് തന്നിട്ടുണ്ട്, കോഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വായിച്ച പാരഗ്രാഫിൻ്റെ അതേ ഐഡിയ കൺവേ ചെയ്യുന്ന കൊട്ടേഷൻ ഏതാണ്, ഏത് കോട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എഴുതുക, അതാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് സെയിം ഒരു ഐഡിയ കൺവേ ചെയ്യുന്നത് സി ആയിട്ട് വരുന്ന കോട്ടാണ്. ഫെയിലിയർ ഷുഡ് ബി അവർ ടീച്ചർ നോട്ട് അവർ അണ്ടർടേക്കർ. ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു ടീച്ചറായിട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല പാഠം പറഞ്ഞു തരുന്ന ഒരാളായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതൊരിക്കലും നമ്മുടെ അണ്ടർടേക്കറായി മാറാൻ പാടില്ല. ഫെയിലിയർ ഈസ് ഡിലേ നോട്ട് ഡിഫീറ്റ്. ഫെയിലിയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പരിശ്രമിക്കുന്നത് അതിനകത്ത് വരുന്ന ഒരു ഡിലേ, ഒരു കാലതാമസം മാത്രമാണ്. മറിച്ച് അതൊരിക്കലും ഒരു പരാജയം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ളൊരു പരാജയമാണെന്ന് നമ്മൾ കരുതരുത്. ഇറ്റ് ഈസ് എ ടെമ്പററി ഡീറ്റൂർ. ടെമ്പററി ആയിട്ടുള്ള വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു ഡീറ്റൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പാതയിൽ നിന്ന് വ്യതിചലിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും പോകുന്നത്, അതിൽ നിന്നും കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളൊരു വഴി തെറ്റുന്നതാണ് നോട്ട് എ ഡെഡ് എൻഡ്. അല്ലാതെ നമുക്ക് ഒരിക്കലും പുറത്ത് കിടക്കാൻ പറ്റാത്തൊരു ട്രാപ്പ് അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ സി ആണ് വരുന്നത്. ഈ പാസേജിൻ്റെ ഏകദേശം സെയിം ആയിട്ടുള്ള ഐഡിയ കൺവേ ചെയ്യുന്നത് ഈ ഒരു കൊട്ടേഷനാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെലവൻറ്റ് ഫോർ ദ ടൈറ്റിൽ ഓഫ് ദ പാസേജ്. നമ്മൾ ഈ വായിച്ച പാസേജിന് നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് എഴുതണം. അപ്പോൾ ഇതിനകത്ത് എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? ആദ്യം തന്നെ കുറേ പെർസീവിയറൻസ് അല്ലെങ്കിൽ ഗ്രിറ്റിനെ കുറിച്ച് കുറേ പറഞ്ഞു. പിന്നെ എന്താണ് ഫെയിലിയർ, അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി എഴുതണം. അപ്പോൾ എന്തായിരുന്നു? ഫെയിലിയർ ആൻഡ് ഗ്രിറ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്നുള്ളതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ആ പാസേജിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. Then third question, what do you understand from the line falling down or failing is one of the most agonizing, embarrassing, scary human experiences? ആ ഒരു സെൻറ്റൻസ് അല്ലേ നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ പാസേജിൽ കണ്ട സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? ഫാളിങ് ഡൗൺ ഓർ ഫെയിലിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അഗണൈസിങ്. നമ്മളൊന്ന് വീണ് പോവുക അല്ലെങ്കിൽ ഒന്ന് പരാജയപ്പെട്ട് പോവുക എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന, വളരെ എംബാരസിങ് ആയിട്ടുള്ള, വളരെ ഭയപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആയിട്ടുള്ള ഓപ്ഷനാണ്. ഫെയിലിയർ ക്യാൻ ഡീപ്ലി അഫക്റ്റ് അവർ ഇമോഷൻസ്. നമ്മൾ പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ അത് വളരെയധികം ബാധിക്കും എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ ഈ പാസേജിനെ ബേസ് ചെയ്തിട്ട് തന്നെ 4th ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ ഫോളോയിങ് കോണ്ടെക്സ്റ്റ്? ഫാളിംഗ് ഡൗൺ ഓർ ഫെയിലിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് എഡ്യൂക്കേഷണൽ, എംപവറിംഗ് ആൻഡ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ലിവ്സ് എ സക്സസ്ഫുൾ ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്. അപ്പോൾ എന്താണ് ലിവിങ് എ സക്സസ്ഫുൾ ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്? അപ്പോൾ ഇതൊരു ഭാഗമാണ് അല്ലേ, നമ്മൾ ആ കണ്ട ഒരു പാസേജിലൊരു ഭാഗമാണ്. ഈ ഭാഗം നമുക്ക് തരുന്ന ആ ഒരു എന്താണ്, പോസിറ്റീവായിട്ടാണോ പറയുന്നത്, നെഗറ്റീവായിട്ടാണോ പറയുന്നത്? ഇവിടെ മുതൽ ഫാളിംഗ് ഡൗൺ ഓർ ഫെയിലിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അഗണൈസിങ്, എംബാരസിങ് ആൻഡ് സ്കെയറി ഹ്യൂമൻ എക്സ്പീരിയൻസസ് ബട്ട് ഈസ് ആൾസോ വൺ ഓഫ് ദി മോസ്റ്റ് എഡ്യൂക്കേഷണൽ, എംപവറിംഗ്, എസെൻഷ്യൽ പാർട്ട് ഓഫ് ലിവിങ് എ സക്സസ്ഫുൾ ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ തരുന്നത് നമുക്ക് എങ്ങനെയുള്ളൊരു ഐഡിയ ആണ് ഈ ലൈനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമറസ്, തമാശയായിട്ടാണോ ഈ ഒരു ലൈനിൻ്റെ മീനിങ് വരുന്നത്? അതോ ഒപ്റ്റിമിസ്റ്റിക്? ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ശുഭാപ്തി വിശ്വാസം അല്ലെ, പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണോ ആ ലൈന് കൺവേ ചെയ്യുന്നത്? ഓർ ഹൊറിഫൈങ് ആയിട്ടുള്ള ഒരു ഭയപ്പെടുത്തുന്ന രീതിയാണോ, അതോ സോലമായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണോ? എന്താണ് ഈ സെൻറ്റൻസിൻ്റെ ഒരു കോർ ഐഡിയ നമ്മളിലേക്ക് പകർന്നു തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് പറയുന്നത്. ഫെയിലിയർ നമ്മൾ ഒരുപാട് പേടിപ്പിക്കുന്ന ഒരു അനുഭവമാണെങ്കിലും നമുക്ക് ലൈഫിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന, ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് അതെന്ന് പറയുന്നത്. ദെൻ ഈ സെക്ഷൻ ബിയിലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 12 to 13. സെയിം ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ച് തൊട്ട് താഴെ വരുന്ന 12ാമത്തെയും 13ാമത്തെയും ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ പാരഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽസ് ടുഗദർ ഫോം എ സൊസൈറ്റി. ഇൻഡിവിജ്വൽ, ഒരുപാട് വ്യക്തികൾ ചേർന്നാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. എനി ഫോം ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡസ് നോട്ട് അഫക്ട് ദ ഇൻഡിവിജ്വൽ അലോൺ ബട്ട് അഡ്വേഴ്സ്ലി അഫക്ട് ഹിസ് ഫാമിലി, ഫ്രണ്ട്സ്, ദെയർ ബൈ സൊസൈറ്റി ആസ് വെൽ. അപ്പോൾ എന്തെങ്കിലും ഒരാൾ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത് അഫക്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ മാത്രമല്ല, മറിച്ച് അവരുടെ ഫാമിലി, അവരുടെ ഫ്രണ്ട്സ്, ഈ സൊസൈറ്റി എല്ലാവരെയും അത് ബാധിക്കുമെന്നാണ് പറയുന്നത്.
ചിൽഡ്രൻ ഓഫ് പാരൻസ് അഡിക്റ്റഡ് ടു ഡ്രഗ്സ് ആർ നെഗ്ലക്റ്റഡ് ആൻഡ് അബ്യൂസ്ഡ്. പിന്നെ അതുപോലെ ഈ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കൾ അവരെ മാക്സിമം ആൾക്കാർ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അവഗണിക്കുന്നുണ്ട്. അവർക്ക് പാരൻസിൻ്റെ അടുത്ത് ആ കെയറിങ്ങും ഇതൊന്നും കിട്ടുന്നില്ല അല്ലേ. അതുപോലെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് ലീവ്സ് എ ഡീപ്പ് ഇമോഷണൽ സ്കാർ ഇൻ ദം ആൻഡ് ലീഡ്സ് ടു ഡിസോർഡേഴ്സ് ലൈക്ക് ആൻസൈറ്റി, ഫോബിയ, അണ്ടർ കോൺഫിഡൻസ് ആൻഡ് ഡിപ്രഷൻ. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ വല്ലാതെ ഇങ്ങനത്തെയുള്ള പാരൻസിൻ്റെ കൂടെയൊക്കെ വളരുമ്പോൾ അവർക്കും അത് മെൻ്റലി ഒരുപാട് സ്ട്രെയിൻ ആയിരിക്കും. അവരുടെ മനസ്സിലും വളരെ വലിയൊരു മുറിവ് സൃഷ്ടിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തുണ്ടാവും? ആൻസൈറ്റി, ഫോബിയ എന്ന് പറഞ്ഞാൽ പേടിയാണ്, എന്തിനോടെയുള്ള പേടി. അതുപോലെ അണ്ടർ കോൺഫിഡൻസ് ഇല്ലാത്ത സിറ്റുവേഷൻ, ഡിപ്രഷൻ, ഇതുപോലെയുള്ള കണ്ടീഷനിലൊക്കെ ഈ കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇത്തരം കണ്ടീഷനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. യൂത്ത് ഇൻവോൾവ് ഇൻ ഡ്രഗ് അബ്യൂസ് മോസ്റ്റ്ലി ഇൻഡൾജ് ഇൻ അൺലോഫുൾ ആക്ടിവിറ്റീസ് സച്ച് ആസ് തെഫ്റ്റ്, വയലൻസ് ആൻഡ് റോഡ് റേജ് which have negative effects on society they grow up. അപ്പോൾ അതുപോലെ തന്നെ യൂത്ത്, ചെറുപ്പക്കാരുണ്ടാവും അല്ലേ, ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരും അവരും പിന്നെ ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ്, നമ്മുടെ സമൂഹത്തിന് ചേരാത്ത തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ, തെഫ്റ്റ്, മോഷണം, അതുപോലെ റോഡ് റേജ്, റോഡിലൊക്കെ കിടന്ന് വഴക്കുണ്ടാക്കുക, ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ യൂത്തിലുള്ള ആൾക്കാരും ചെയ്യുന്നത്. അത് ആ സൊസൈറ്റിക്ക് തന്നെ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് കൊണ്ടുവരുന്നത്. ദേ കനോട്ട് പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. ഇങ്ങനെ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആൾക്കാർ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുള്ള ആൾക്കാർക്ക് സൊസൈറ്റിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ഡ്രഗ് അബ്യൂസ് ഈസ് പ്രിവാലൻറ്റ് അക്രോസ് ആൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. പിന്നെ ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് മാത്രമല്ല, എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ്. ദ റിച്ച് ആർ മെയിൻലി ഇൻവോൾവ് ഇൻ യൂസിങ് ഡ്രഗ്സ് സച്ച് ആസ് മെരിജുവാന, ഹെറോയിൻ ആൻഡ് അതർ സബ്സ്റ്റൻസസ് വിച്ച് ആർ എക്സ്പെൻസീവ്. ഇനി പണക്കാരായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന 1-2 ഡ്രഗ്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. മെരിജുവാന, അതുപോലെ ഹെറോയിൻ എന്ന് പറഞ്ഞ ഡ്രഗ്സൊക്കെയാണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ദേ ഡു ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ആർ എക്സ്പെൻസീവ്, ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ഇതെല്ലാം തന്നെ. ദേ ഡു ഇറ്റ് മെയിൻലി ടു ഗെറ്റ് എ ഫീലിംഗ് ഓഫ് ഹൈ. എന്തിനാണ് ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു ഗെറ്റ് എ ഫീലിംഗ് ഓഫ് ഹൈ. നമുക്ക് ഈ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻസസ് ഒക്കെ ഒന്നും കൂടെ ഇതായിട്ടൊരു ഹൈ ആയിട്ടുള്ള ഫീലിംഗ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ദ സ്ട്രീറ്റ് ചിൽഡ്രൻ ആർ അഡിക്റ്റഡ് ടു സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഇല്ലിസിറ്റ് ലിക്വിഡ് ആൻഡ് ഇൻ ദ സ്മെല്ലിംഗ് ഓഫ് ഗം, പെയിൻസ് ആൻഡ് ഫ്യൂൽ. ഇനി ഈ സ്ട്രീറ്റിലുള്ള കുട്ടികൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരും ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്മോക്കിംഗ്, പുക വലിക്കുന്നുണ്ട്. ഡ്രിങ്കിങ് ഇല്ലിസിറ്റ് ലിക്വർ, നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ലിക്വർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗം, പശ മണത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പെയിൻറ്റ്, ഫ്യൂവൽ, ഇന്ധനങ്ങൾ, ഇതൊക്കെ മണത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇങ്ങനെ സ്ട്രീറ്റിലുള്ള കുട്ടികൾ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ സ്മെല്ലിംഗ് ഓഫ് ദീസ് ഇൻടോക്സിക്കൻസ്. അപ്പോൾ എന്തിനാണ് ദീസ് ടോക്സിക്കൻസ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് സ്മെല്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഹെൽപ്പ് ദം ടു ഓവർകം ഹങ്കർ പാൻസ്, വിശപ്പറിയാതിരിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. കുറേ സമയം ഈ പശയുടെയോ അല്ലെങ്കിൽ ഈ ഫ്യൂവലിൻ്റെയൊക്കെ സ്മെല്ല് അടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യില്ല, വിശപ്പ് അങ്ങനെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം വിശപ്പിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാസേജ് വായിച്ചതിന് ശേഷം 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ഐഡൻറ്റിഫൈ ദ ട്രൂ ആൻഡ് ഫാൾസ് സെൻറ്റൻസസ്. ഇവിടെ കുറേ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 7 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: സബ്സ്റ്റൻസ് അബ്യൂസ് ഡസ് നോട്ട് അഫക്റ്റ് ദ ഇൻഡിവിജ്വൽ. ഈ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ബാധിക്കുന്നില്ല. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, അവൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, സൊസൈറ്റി എല്ലാവരെയും ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഫാൾസ് ആയിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ പാസേജ് സീം ടു സജസ്റ്റ് ദാറ്റ് സ്മെല്ലിംഗ് ഇൻടോക്സിക്കൻസ് ഹെൽപ്സ് സ്ട്രീറ്റ് ചിൽഡ്രൻ ടു ഗെറ്റ് എ ഫീലിംഗ് ഓഫ് ഹൈ. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ പശയും കാര്യങ്ങളൊക്കെ സ്മെല്ല് ചെയ്തിരിക്കുമ്പോൾ ഈ സ്ട്രീറ്റിലുള്ള കുട്ടികൾക്ക് എ ഫീലിംഗ് ഓഫ് ഹൈ, അങ്ങനെ ഒരു ഹൈ ആയിട്ടുള്ള ഫീലിംഗ് കിട്ടും എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പാസേജ് ശ്രദ്ധിച്ച് വായിച്ച് നമുക്കറിയാൻ പറ്റും, ഒരിക്കലും സ്ട്രീറ്റിലുള്ള കുട്ടികൾ ഇത് സ്മെല്ല് ചെയ്യുന്നുണ്ടല്ല ഒരു ഹൈ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ടു ഓവർകം ഹങ്കർ പാൻസ് ആണ് അല്ലേ, വിശപ്പറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്.
അടുത്തത് തേർഡ് സ്റ്റേറ്റ്മെന്റ്, ചിൽഡ്രൻ യൂഷ്വലി നെഗ്ലക്റ്റഡ് ആൻഡ് അബ്യൂസ്ഡ് ബൈ ദെയർ പാരൻസ് ആർ പ്രോൺ ടു ഡ്രഗ് അഡിക്ഷൻ. ഇങ്ങനെ ഈ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കളൊക്കെ പ്രോൺ ടു ഡ്രഗ് അഡിക്ഷൻ. വളരെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, യൂത്ത് ഇൻവോൾവ് ഇൻ ഡ്രഗ് അബ്യൂസ് യൂഷ്വലി ഡസ് ഇൻഡൽജ് ഇൻ തെഫ്റ്റ്. യൂത്ത്, ചെറുപ്പക്കാരെന്താണ്, ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാർ തെഫ്റ്റ്, മോഷണത്തിലേക്ക്, ഒരുപാട് ആൾക്കാർ മോഷണത്തിലേക്ക്, അങ്ങനെയുള്ള ക്രൈമിലേക്ക് പോകാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പാരഗ്രാഫിൽ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ, തെഫ്റ്റ് ഉണ്ട്, അതുപോലെ റോഡ് റേജ്, ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് യൂത്ത് പിന്നെ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഇത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്നത്, ഡ്രഗ് സബ്സ്റ്റൻസ് ഈസ് വെരി ചീപ്പ്. ഈ ഡ്രഗ്സ് വളരെ ചീപ്പായിട്ടുള്ള, വില കുറഞ്ഞ ഒരു കാര്യമാണ് എന്നാണ് ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതാണെന്ന് പറഞ്ഞ് എക്സ്പെൻസീവ് എന്ന് എടുത്തു പറയുന്നുണ്ട്, പാരഗ്രാഫിൽ എക്സ്പെൻസീവ് എന്ന് എടുത്തു പറയുന്നുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റും ഫാൾസ് ആണ്. ദെൻ സിക്സ്ത് സ്റ്റേറ്റ്മെന്റ് വരുന്നത്, നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ ഗ്രോ അപ്പ് ആസ് കോൺഫിഡൻറ്റ് ഇൻഡിവിജ്വൽ. സൊസൈറ്റിയിൽ ഇങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് വളരുന്ന കുട്ടികൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് മാറും എന്നാണ്, അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ വളരെ കോൺഫിഡൻറ്റോട് കൂടിയുള്ള മക്കളായിട്ട് മാറും എന്നാണ് സിക്സ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലേ, ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. then അടുത്തത്, ദ വേർഡ് ഓപ്പോസിറ്റ് മീനിങ് ടു ഹൈ ഈസ് ഇൻടോക്സിക്കേറ്റഡ്. ഹൈ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥം വരുന്ന വേർഡ് ഇൻടോക്സിക്കേറ്റഡ് എന്നാണ്. നമുക്കറിയാലോ, ഹൈ എന്ന് പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ലോ ആണ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ദെൻ 13th ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ് എനി വൺ. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ആദ്യത്തേത് എന്താണ്, യൂത്ത് ഇൻവോൾവ് ഇൻ ഡ്രഗ് അബ്യൂസ് ആർ ഇൻവോൾവ് ഇൻ. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന യൂത്ത്, ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്തിലൊക്കെയാണ്? ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 4 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറയുന്നത് തെഫ്റ്റ് ആൻഡ് വയലൻസ്, തെഫ്റ്റ് മോഷണവും അതുപോലെ മറ്റ് ക്രൈംസും കാര്യങ്ങളും. ദെൻ റോഡ് റേജ്, ഈ റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന പരിപാടി. ദെൻ നോബിൾ ഡീഡ്സ്, നല്ല കാര്യങ്ങൾ. ദെൻ ആക്ട് ഓഫ് കമ്പാഷൻ, ദയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഇതിൽ ഏതൊക്കെ പ്രവർത്തികളാണ് യൂത്ത്, ചെറുപ്പക്കാർ ചെയ്യുന്നത്, ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ചെറുപ്പക്കാർ ഏതൊക്കെയാണ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഇതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ആൻസർ പിക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 1 and 2 നോക്കി, തെഫ്റ്റ് ആൻഡ് വയലൻസ് ആൻഡ് റോഡ് റേജ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ അത് തന്നെയാണല്ലേ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 1 and 2 എന്നുള്ളതാണ്. ദ റിച്ച് മെയിൻലി യൂസ് ഡ്രഗ്സ് സച്ച് ആസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. നമ്മൾ ആ പാരഗ്രാഫിൽ പറഞ്ഞത് പ്രകാരം ഏത് ഡ്രഗ്സ് ആണ് എടുത്തു പറയുന്നുണ്ട്, അതിനകത്ത് ഏത് ഡ്രഗ്സ് ആണ് ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കറിയാലോ, 1 and 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മെരിജുവാന അതുപോലെ ഹെറോയിൻ എന്ന് പറയുന്ന 2 ഡ്രഗ്സ് ആണ് എടുത്തു പറയുന്നത്. സോ ഈ 2 എണ്ണം 1 and 2 ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയാണ് സെക്ഷൻ ബിയിൽ നമുക്ക് വരുന്നത്. പാർട്ട് എയിലെ സെക്ഷൻ ബിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ സി ആണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.